എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? ഗുഡ് മോർണിംഗ്. നല്ല വിശേഷം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മൂഡിലാണല്ലോ രാവിലെ തന്നെ. അതെ അതെ, നല്ല മൂഡിലാണ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ബാച്ച്മേറ്റ് ആണ്. അതെ അതെ, ബാച്ച്മേറ്റ് ആണ്. അതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. എല്ലാവർക്കും മോർണിംഗ് സർക്കിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ജേക്കബ് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊരു സെയിൽസ് മേഖലയിലാണ് സാർ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു എക്കോ വെൽനസ് കോച്ചും കൂടിയാണ്. ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിൽ 22nd ബാച്ചിൽ ഞങ്ങളുടെയൊക്കെ ബാച്ച്മേറ്റ് ആണ്. ഈ ചാരത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷിയെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, സിനിമയിലും കഥകളിലൊക്കെ ആയിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ടോപ്പിക് എടുക്കാനായിട്ട് സാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സാറിനെ വെൽക്കം ചെയ്യാം. അതോടൊപ്പം ക്ലാസ് കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ജേക്കബ് സർ, നമുക്ക് തുടങ്ങാം. യെസ്, താങ്ക് യു സോ മച്ച് റവ് സർ. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? കാണാമോ കറക്റ്റ് ആയിട്ട്? യെസ്, കാണാം സാർ. കാണാം, കേൾക്കാം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം ആദ്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഓൾമോസ്റ്റ് ഒരു 3-4 months ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് ആസ്വദിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. പല രീതിയിൽ അലാറം വെച്ച് എഴുന്നേക്കാൻ ശ്രമിക്കും, പകുതി കേൾക്കും, പകുതി ഉറക്കത്തിലേക്ക് പോവും, അങ്ങനെയൊക്കെ. സോ റിയലി എക്സൈറ്റഡ് ടു ബി ഓൺ ദിസ് സൈഡ് ഓഫ് ദി സ്ക്രീൻ. ഹായ് സുസൻ മാം, സന്തോഷം മാമിനെ എപ്പോഴും ഈ സൈഡിൽ നിന്ന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിലൊരു വലിയ പങ്ക് മാം വഹിക്കുന്നു. ക്യാമറ ഓൺ ചെയ്ത് ഈ സമയത്ത് ഇരിക്കുന്നതിന്. Yes, happy to be here. പ്ലഷർ. അപ്പം എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്നെ കുറിച്ച് റവ് സർ ജസ്റ്റ് ഇൻട്രോ തന്നു. എൻ്റെ പേര് ജേക്കബ് തോമസ്. ഒരിക്കൽ കൂടി, നാട്ടിൽ എൻ്റെ സ്വദേശം തിരുവല്ല, പത്തനംതിട്ട ജില്ല. ഒമാനിൽ ലോജിസ്റ്റിക്സ് മേഖലയല്ല ഞാൻ ജോലി ചെയ്യുന്നത്. കൂടാതെ സൈക്കോളജി ഒരു താല്പര്യ വിഷയമായതുകൊണ്ട് അതും സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. വിംബിളിന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 6 മാസത്തിനടുത്താവുന്നു. പല കോഴ്സസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് വളരെയധികം നന്ദി വിംബിളിന്. മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഫൈസൽ സർ, അർച്ചന മാം, സ്റ്റെഫി മാം, അങ്ങനെ കുറെ പേര്. ആൻഡ് ഓഫ് കോഴ്സ് ഐ കാൻറ്റ് മിസ് ഔട്ട് മൈ ബാച്ച്മേറ്റ്സ്, മൈ ക്ലാസ്മേറ്റ്സ്. ഇതുവരെ കാണാത്ത എൻ്റെ അനേകം ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലാത്തവരുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിപ്പം ഓൾമോസ്റ്റ് 31 ആൾക്കാരുണ്ട്. കുറച്ചു പേരെങ്കിലും, സ്റ്റാർട്ടിങ് വിത്ത് സൂസൻ മാം, മാമിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരൊന്ന് പറയാമോ മാം? എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ജയശ്രീ. ജയാന്ന് ഞാൻ വിളിക്കും, ജയ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമെങ്കിൽ വെരി ഹെൽപ്ഫുൾ. ചാറ്റിലിടേണ്ടവർക്ക് ചാറ്റിലിടാം. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഷമീർ എന്ന് പറയും. കുട്ടിക്കാലം മുതലുള്ളതാ. ഓർമ്മകൾ ഇപ്പൊ നടത്തുന്നില്ല, എന്നാലും ഓർമ്മകൾ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള ഒരാളാണ്. ഷുവർ. നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അറിയില്ലല്ലേ സാർ. എന്റെ ഫ്രണ്ടിന്റെ പേര് ടിൻഡു. അതെന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് PG വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വേറെ വേറെ കോഴ്സായിരുന്നു, അങ്ങനെ വെച്ചിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വിദ്യ. ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു 6-7 വർഷം ആയെന്ന് പറയാം. അപ്പൊ എനിക്കൊരു പുതിയ ഫ്രണ്ടും ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്. വെരി ഗുഡ്. അതെ, ഓരോ ടൈമിൽ ചിലപ്പോ നമുക്ക് ചിലരെയൊക്കെ മിസ് ചെയ്യുമല്ലോ അല്ലേ? അപ്പൊ പിന്നെ ചിലരൊക്കെ ചെറുതായിട്ടല്ല റീപ്ലേസ്മെന്റ് വരും.
മൊത്തത്തിൽ ഇല്ലെങ്കിൽ ദി അതർ പേഴ്സൺ വിൽ ബി ദി ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അതുപോലെ. അതെ അതെ സർ. ഓക്കെ, ഫൈൻ. ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ പിന്നീടത്തേക്ക് മാറ്റി വെക്കാം നമ്മുടെ ഈ സെഷന്റെ. സോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദ ഫീനിക്സ് മൈൻഡ് സെറ്റ് ഡൈവിംഗ് ആഫ്റ്റർ സെറ്റ് ബാക്സിലേക്ക്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൂർണ്ണമായും തളർന്നു പോയിട്ടുണ്ടാവുന്ന ആരേലും ഈ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ലൈഫിൽ ഒരു പൂർണ്ണ തളർച്ച ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പല രീതിയിലാവാം. ഒരു തോൽവിയോ, ഒരു നഷ്ടമോ, റിജക്ഷനോ ഒക്കെ അല്ലെ, ബ്രേക്ക് ഡൗൺ, പല രീതിയിലുള്ള ബ്രേക്ക് ഡൗൺസ് ആവാം. നമ്മുടെ ഈ സെഷനിലെ പക്ഷി എന്ന് പറയുന്നത് ഫീനിക്സ് പക്ഷി. അഫ്കോഴ്സ് ഇതിന്റെ ഒരു ചെറിയ ഇൻസ്പിറേഷൻ എനിക്ക് സൂസൻ മാമിന്റെ പക്ഷികളെ കുറിച്ചുള്ള കഥയാകും. അതിന്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് പറഞ്ഞു പോയ ഒരു മിത്തിക്കൽ ബേർഡിന്റെ പേരാണ് ഇവിടെ ഫീനിക്സ് ബേർഡ്. തീയിൽ കത്തി എരിഞ്ഞ ശേഷം വീണ്ടും ഉയർത്തെഴുന്നേക്കുന്ന ഒരു പക്ഷി, ഒരു മിത്തിക്കൽ ബേർഡ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു കഥ അറിയാം അല്ലേ? എന്താണ് ശരിക്കും ഈ മിത്തിക്കൽ ബേർഡിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. അത് എവിടുന്ന ഇതിന്റെ ഒരു ഉത്ഭവം? ഏതാണ്ട് ഒരു 15-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 15th century. തുടക്കം ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ നിന്ന്. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ അവർക്കൊരു സൂര്യദേവനുണ്ട്, റാ ഗോഡ് എന്ന്, സൺ ഗോഡ്, അവരുടെ സൺ റാ ഗോഡ്. ആ ഗോഡിനൊരു ബെന്നു എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയിൽ നിന്നാണ് ഇതിന്റെ ഒരു പല വേരിയേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. ഈ ഒരു ഫീനിക്സ് പക്ഷിയുടെ പല വേരിയേഷൻസ്. അതിൽ നിന്ന് ഗ്രീക്ക് മിത്തോളജിയിലേക്ക്, പിന്നെ റോമൻ മിത്തോളജിയിലേക്ക് വരുന്നു. ചൈനീസില് ഫെൻഹുവാങ് എന്ന പക്ഷിയുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പല വേരിയേഷനാണ് ഈ ഫീനിക്സ് നിന്ന് ലാസ്റ്റിൽ നമ്മൾ അറിയുന്നു. അറേബ്യൻ ഫോക്ലോറി വരെ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ചെറിയൊരു ഹിസ്റ്ററി. ഏതാണ്ട് ഒരു ഇവരുടെ ഈ ഒരു ഐതിഹ്യം, ഈ പക്ഷിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് 500 to 1000 years, ഏതാണ്ട് 500 തൊട്ട് 1000 വർഷം വരെ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷിയെ ഉണ്ടാവുന്നതാണ്. ഏതാണ്ട് ഒരു 1000 വർഷം വരെ ഇവർ ജീവിച്ചിട്ട് അതിന്റെ ഒരു എൻഡ്, ലൈഫ് സ്പാനിന്റെ ആ ഒരു എൻഡ് എത്തുമ്പോഴത്തേക്ക് ഇവര് സ്വയം ഒരു കൂട് കൂട്ടി, നമ്മുടെ ഈ സിനമൻ എന്നൊക്കെ പറയുന്ന ഈ അതും സ്പൈസസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്, ബിക്കോസ് സെൽഫ് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് സ്പൈസസ് അതിനകത്തുള്ള, അതിനെ സ്വയം തീ കൊളുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഗ്നിഷൻ നടന്ന് സ്വന്തം കൂട്ടിൽ എരിഞ്ഞു തീരുന്നതാണ് ഈ പക്ഷിയുടെ ഒരു സ്വഭാവം. എന്തെരിഞ്ഞു തീരുന്നത്. ആ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ഫീനിക്സ് കുഞ്ഞ് ജനിക്കുകയാണ്. ദാറ്റ് ഈസ് ദി ബർത്ത് ഓഫ് ഇറ്റ്. ഒരു പുതിയ ശരീരത്തിൽ ഒരു പുതിയ ചിറകുകൾ വിടർത്തി കൂടുതൽ ശക്തിയോടെ a new life form from its own ashes. അതാണ് ഇവിടെ പറയുന്നത് ഈ ഫീനിക്സ് പക്ഷിയെ കുറിച്ച്. നമ്മൾ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പം, ഇതിന്റെ ആ ഒരു മിത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പലതരം വികാരങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഐ ബിലീവ് ഇറ്റ് ഇസ് ഫിയർ ആവാം, ഹോപ്പ്, ഭയം, പ്രതീക്ഷ, വേദന. ഒരിക്കലും നമുക്കിവിടെ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കീ പോയിന്റ് എന്ന് പറയുന്ന വേദന, വെന്തെരിയാണ് സ്വയം. പിന്നെ ഓഫ്കോഴ്സ് ധൈര്യം, അതിനുള്ള ധൈര്യം അല്ലേ? നമുക്കിവിടെ അറിയാം, നമ്മളിവിടെ ഈ പക്ഷിയോട് ഉപമിക്കുമ്പോ നമ്മുടെയൊക്കെ കഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ മനുഷ്യന്റെയും കഥയാണ് പറയുന്നത്. ഒരു 500 തൊട്ട് 1000 വർഷം വരെ ജീവിച്ചിട്ട് മരണം കാത്തിരിക്കുവല്ല പക്ഷി, സ്വയം കത്തി എരിയുകയാണ്. നോട്ട് വെയിറ്റിംഗ് ഫോർ ഡെത്ത്. ഇറ്റ് നോസ് ഇറ്റ്സ് ടൈം ആൻഡ് ഇറ്റ് നോസ് വെൻ ഇറ്റ് ഈസ് ടു ബി. റീബർത്ത്, റെജുവിനേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന റെസിലിയൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഒരിക്കലും തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ല, അത് സ്വയം സ്വീകരിക്കുന്ന ഒരു ട്രാൻസിഷനാണ് ലൈഫിൽ അത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ കുറച്ചുകൂടെ
വെൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എന്റെ ലൈഫിലെ കുറച്ച് ഫീനിക്സ് മൂമെന്റ്സ് ആണ്. ഒരു ചെറിയ പോർഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകം മുഴുവൻ ഒരേ സമയത്ത് ഫേസ് ചെയ്തൊരു കാര്യമാണ് കൊറോണ ടൈം, കോവിഡിന്റെ ടൈം. ആ സമയത്ത് ഞാനിപ്പം കുറച്ചു മുന്നേ എന്നെ കുറിച്ച് ഇൻട്രോ തന്നിരുന്ന ലോജിസ്റ്റിക്സ് മേഖലയുണ്ടല്ലോ, ഞാൻ ആ സമയത്ത് ആ മേഖലയിലല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു അതിന് മുന്നത്തെ എൻ്റെ ഒരു ആ കരിയർ ഷിഫ്റ്റ് വരുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു 10 to 15 ഇയേഴ്സോളം ഞാൻ മറ്റൊരു സെയിൽസ് മേഖലയിലായിരുന്നു. അതിന് മുന്നത്തെ ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ വന്നല്ല, ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്, നല്ലൊരു പൊസിഷനിൽ, നല്ല രീതിയിൽ എന്താ നമ്മൾ റിലാക്സ് ആവുമല്ലോ, നമ്മൾ ലൈഫിൽ സെറ്റിൽ ആവാമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. നൗ ഇറ്റ്സ് ഓക്കെ, നൗ വി ആർ ഓൾ സേഫ്. ഇനിയിപ്പോ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ യുനോ നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ സെറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലറിലേക്കൊക്കെ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരു ടൈം വരും, മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാമെന്ന്. ആ സമയത്താണ് എനിക്ക് ലീവ് ഡ്യൂ ആവുന്നത്. ജസ്റ്റ് കൊറോണ ഡിക്ലെയർ ആയി, കോവിഡ് ഡിക്ലെയർ ആയി, ചൈനയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ലീവ് ഡ്യൂ ആയി, ഞാൻ നാട്ടിൽ പോയി. അൺഫോർച്ചുനേറ്റ്ലി ലോക്ക്ഡൌണിൽ പെടുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം നാട്ടിൽ പെടുകയാണ്. അതിന്റെ ഇടയിൽ ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ, ലോകം മുഴുവൻ ഓഫ്കോഴ്സ്, ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കമ്പനി ഇന്റേണൽ പ്രോബ്ലംസ് നേരത്തെ കുറച്ചുണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം മൾട്ടിപ്ലൈ ആയി. ഈ പറയുന്ന പോലെ ഇങ്ങനൊരു കാരണം കിട്ടിയതും പല രീതിയിൽ ഉള്ള ഷിഫ്റ്റുകൾ ഉണ്ടായി, കമ്പനി വൗണ്ടപ്പ് ആവുകയാണ്. അപ്പം നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാതെ ലൈഫിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളായത്. നമ്മൾ സെറ്റിലായി എന്ന് ചിന്തിക്കുന്ന സമയത്ത് മൊത്തത്തിൽ അവിടെ ഒരു ചെറിയ ഒരു സെറ്റ് ബാക്ക് അല്ല, ഒരു മേജർ സെറ്റ് ബാക്ക് അത്. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ എന്റെ ലൈഫ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പലർക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ റിങ് ചെയ്യുന്നുണ്ടാകും. വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്, മേജർ സെറ്റ് ബാക്സ് ഇൻ ലൈഫ് ഓരോരുത്തർക്ക്. എനിവേ, അപ്പൊ അവിടുന്ന് അങ്ങനെ സംഭവിച്ചു. ഞാൻ അപ്പൊ ചിന്തിക്കുകയാണ്, ഇനിയിപ്പം ഉടനെ ഇങ്ങോട്ട് വന്നിട്ട്, ബിക്കോസ് വലിയ പ്രോമിസിങ് അല്ല കാര്യങ്ങൾ. അന്നേരം വിസയുടെ കാര്യവും പ്രോബ്ലവും, കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് വിസയാണ്, പക്ഷെ ഇവിടെ കമ്പനി വൗണ്ടായി. സോ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്നതിന് പകരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓക്കെ, നല്ലതിനായിരിക്കും. ദേ മൈറ്റ് ബി സംതിങ് ഓൾവേസ് ഗുഡ്. ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ഫിലോസഫി ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. സംഭവിക്കുന്നതല്ല നല്ലതിനെന്ന്. ദർ മൈറ്റ് ബി സംതിങ് എനിവേ, യു വിൽ നോട്ട് നോ. നമുക്ക് ആ സമയത്ത് മനസ്സിലാകത്തില്ല എന്താണ് അതിന്റെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്നുള്ളത്. സോ അവിടുന്ന് ഞാൻ ദുബായിക്ക് പോയി. ദുബായില് ഓൾമോസ്റ്റ് 6 മന്ത്സോളമാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, കാരണം ഒരു കോൺഫിഡൻസ് ഉണ്ട്, കാരണം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മള് പട പേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോ അവിടെ പന്തം കൊളുത്തി പടയെന്ന് പറയും. അതും ലൈഫിൽ കറക്റ്റ് ആയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം കൊറോണ ടൈമാണ്, കോവിഡ് ടൈമാണ്. അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് സെറ്റിൽ ആവുമ്പം ഒത്തിരിയേറെ പ്രതീക്ഷകളുള്ള അയൽരാജ്യമായിട്ട് ദുബായ്, ഒമാന്റെ തൊട്ടടുത്ത അയൽരാജ്യം. പക്ഷെ ഭയങ്കര അന്തരമാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്ന്. കൾച്ചറലി പിന്നെ ഡെവലപ്മെന്റ്സും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ആ സമയത്താണ് ശ്രീലങ്കൻ ക്രാഷ് നടക്കുന്നത്. ശ്രീലങ്കൻ എക്കോണമി ക്രാഷ് ആയിട്ട് അവിടെ ഫ്ലഡഡ് ശ്രീലങ്കൻസിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയും കൊണ്ട്. നമ്മളെക്കാട്ടിലും ഒത്തിരി എഡ്യൂക്കേഷൻ ഉള്ളവരും എല്ലാം നമ്മൾ പോകുന്ന അതേ ഇന്റർവ്യൂവിനും കാര്യത്തിനും എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എക്സ്പീരിയൻസ്, മോർ ക്വാളിഫൈഡ് ഇൻ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ആൻഡ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ലെസർ സാലറി. എങ്ങനെയും ഒരു ജോലി കിട്ടി എവിടെയെങ്കിലും ഒന്ന് കയറിയാണ്. സോ അങ്ങനെയുള്ളൊരു ടഫ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്കോണമി അന്നേരം. നിർഭാഗ്യവശാൽ എന്ത് ചെയ്യാനാ, സോ ഒന്നും നടന്നില്ല അവിടെ. തിരിച്ച് ഒമാനിലേക്ക് വന്നു. നമ്മളെ കുറച്ച് സുഹൃത്തുക്കള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ചിന്തയിൽ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു വെഞ്ചറിങ് ഇൻ ടു ബിസിനസ്. കാരണം എന്തായാലും കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഈ മാർക്കറ്റ് അറിയാം. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ച്, എന്റെ ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു ആ ബിസിനസ് കേട്ടോ. ഞാന് എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും കുറെ ഇൻവെസ്റ്റ്മെന്റ്സും കോൺടാക്ട്സും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് എന്തായാലും ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് അല്ലേ, ഇനിയിപ്പം സ്വന്തമായിട്ട് ആരുടെ അടി ജോലി ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങുന്നു.
എന്റെ കംപ്ലീറ്റ് മാർക്കറ്റിങ്ങും ഓൺലൈനും ഓഫ്ലൈനും ഔട്ട്ഡോറും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫുള്ള് ഞാൻ നോക്കി. പാർട്ട്നേഴ്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ്, ഓപ്പറേഷൻസിന് ഒരാളുണ്ട്, സൈലന്റ് ഒരാളുണ്ട്. അത് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് 2 വർഷം എവിടെയും പോവാതെ അതിന്റെ പുറകിലായിരുന്നു. ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വെക്കേഷനായി ഒരു ചെറിയ സമാധാനത്തിന് നാട്ടിൽ പോന്നു. സെയിം അൺഫോർച്ചുനേറ്റ്ലി ഈ നാട്ടിലെ കുറച്ച് നിയമപ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരികയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റി പറയാണ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുമില്ല, ഒരു സാമാന്യം വലിയ സംഖ്യ നമ്മൾ അടയ്ക്കണം, ഇവിടുത്തെ നിയമ പ്രശ്നങ്ങളിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുക. ഈ 2 ഓപ്ഷനെ നമുക്ക് അവർ തന്നുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണേ, നമ്മുടെ കയ്യിലുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു വലിയ സംഖ്യ പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫൈനായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ആയിട്ടോ കെട്ടി വെക്കണമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ അന്നേരം ഇല്ല. അപ്പം ഞാനാണ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കീ പോയിന്റ് ആയിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് വേറെ ബാക്കപ്പ് ഇല്ലാത്ത മറ്റേ 2 പാർട്ട്നേഴ്സിനാണെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കപ്പോടെ ഒരു സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവരുടേത്. അങ്ങനെ ആ പ്രതീക്ഷയും ജീവിതത്തിൽ അടയുകയാണ്, വേറൊരു ജോലിക്ക് കയറുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന എന്റെ സ്റ്റോറിയിലെ ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പരിചയമില്ലാത്തൊരു മേഖലയാണ് എനിക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഞാന് അപ്പൊ ആ ബിസിനസ്സിൽ ഇറങ്ങിയതും ഒരു പരിചയമില്ലാത്ത ബിസിനസ്സില് ഫ്രണ്ട്സിന്റെ കൂടെ പെട്ടെന്ന് പഠിച്ച് പിന്നെ ബാക്കി നമ്മുടെ ഐഡിയാസും ഇൻവോൾവ്മെന്റ്സും കൊടുത്തിട്ട് ഇടുന്ന. പിന്നെ കയറിയ ജോലിയും ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ എയർ ഉണ്ട്, എയർ ഷിപ്മെന്റ്സ് ഉണ്ട്, സീ ഷിപ്മെന്റ്സ് ഉണ്ട്, റോഡ് ഷിപ്മെന്റ്സ് ഉണ്ട്. ഇതാണ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരുന്നത്. അതായത് ഈ 3 മേഖലയിലാണ് ലോജിസ്റ്റിക്സ് കിടക്കുന്നത്. ഒന്ന് എയർ, ഒന്ന് വെള്ളത്തിൽ കൂടെ, കടലിലൂടെ, അല്ല എയറിലൂടെ, പിന്നെ ഭൂമിയിലൂടെ. ഈ 3 മേഖലയും എനിക്ക് ഈ സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ആദ്യം വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് ഉള്ള ഇത്, പിന്നെ എയറും ഇതിന്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്തു, ഒരു കമ്പനി ജോലി ചെയ്തു. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ലാൻഡ് ട്രാൻസ്പോർട്ടിലാണ്. സോ എന്റെ ലൈഫിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പരിചയമില്ലാത്തൊരു മേഖലയിൽ കൂടെ ഞാൻ ഈ ഒരു സമയം കൊറോണ കഴിഞ്ഞിട്ട് കുറച്ച് നാളും കൊണ്ട് ഞാൻ ട്രാൻസിറ്റ് ചെയ്തു. അതിന് പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ചിന്തിക്കണം, കല്യാണവും കഴിഞ്ഞ് പിള്ളേരും ഉണ്ട്, ഇവരുടെ എല്ലാം ഒരു ഷിഫ്റ്റ് ഇതിന്റെ ഇടയിൽ കൂടെ ഈ നടക്കുന്നതെന്നല്ലേ. അവരെ എനിക്ക് നാട്ടിൽ വിടേണ്ടി വന്നു. സോ ഇവിടെ എനിക്ക് അല്ലെങ്കിൽ പേഴ്സണലി ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി സമയങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ജീവിതത്തിന്റെ ഈ ഒരു ടൈമിൽ, നമ്മൾ ഏറ്റവും സെറ്റിൽ ആവേണ്ട ടൈമിലാണ് എനിക്ക് ട്രാൻസിഷൻ മൊത്തത്തിൽ സംഭവിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ടാണ്. ഒന്ന് സെറ്റിൽ ആവുന്ന വിചാരിക്കുമ്പോഴത്തേക്ക് തീർന്നു, പിന്നെ അടുത്ത ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുക. ബട്ട് ഓൾവേസ് ഇൻ ദി എൻഡ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഐ എം സോ ഹാപ്പി. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദറ്റ് ഐ ആം സോ ഹാപ്പി. നിങ്ങളോട് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നു. കാരണം എനിക്ക് ഒരിക്കലും വിചാരിക്കാത്തൊരു ഫീൽഡിൽ വന്നു, അത് എക്സ്പീരിയൻസ് ചെയ്തു. തളർന്നു പോവാതെ പിടിച്ചു നിൽക്കാൻ നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു എന്താ പറയുന്നത് ചുള്ളിക്കമ്പ് കിട്ടിയാലേ അതേ പിടിച്ച് കയറുക എന്ന് പറയുന്നത് ലൈഫിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. സോ അതാണ് ഒരു ചെറിയ ഒരു എന്റെ ലൈഫിലെ ഒരു ഫീനിക്സ് മൂവ്മെന്റ് എന്ന് ജോബ് റിലേറ്റഡ് ആയിട്ട് ഇനിയുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു കം ടു ദിസ് കരിയർ ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു സംഭവിച്ചതെന്നുള്ളത്. നമ്മള് ജീവിതത്തിൽ എല്ലാവർക്കും ഇങ്ങനൊരു ഘട്ടമുണ്ട്, ഇല്ലേ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചിലര് ഇതിൽ ഈ ഒരു ട്രാൻസിഷൻ സമയം ഇവിടെ ആ ഒരു ഫേസ് ആണ്, ഈ കത്തുന്ന ഫേസ് ആണ് എൻ്റെ. ചിലർ അതിലങ്ങ് ചാരവായിപ്പോ, ചിലര് അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കും. ഈ ചാരമായി പോകുന്ന കേസാണ് നമുക്കിടയിൽ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇടയ്ക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് വളരെയധികം സൂയിസൈഡ് കേസുകൾ നമ്മൾ കേൾക്കും, ഇഷ്ടം പോലെ. പ്രസിദ്ധമായ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഫാമിലിയിൽ ഒരു 1 month മുന്നേ ഈ ഒരു സംഭവം ഉണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്. എനിക്ക് ഒരു തവണ മാത്രം കണ്ട് പരിചയമുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നു, ഫാമിലി മെമ്പറായി. അൺഫോർച്ചുനേറ്റ്ലി ഇൻലോസുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് അവർക്ക് വേറെ വീട്ടിൽ തിരിച്ചു പോയി. ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ചെറിയ കാലുവെപ്പ് ഈ സൈക്കോളജിയിലേക്കൊക്കെ വന്നുകൊണ്ട് ചെറുതായിട്ടൊക്കെ കൗൺസിലിംഗ്, നമ്മുടേതായ ഒരു ശ്രമം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. ഒന്നും പറ്റില്ല. നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല വിവരവും വിദ്യാഭ്യാസവും, നല്ല ഒരു ബോൾഡ് കൊച്ചാ. ബട്ട് എന്താ പറയാനാ, അത് ഈ അവരുടെ അവസ്ഥയിൽ ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അതാണ്.
അവരുടെ ആനിവേഴ്സറി തികയുന്ന ആ 1 year തികയുന്ന ദിവസം ആ കൊച്ചു ആത്മഹത്യ. സോ ഐ വാസ് റിയലി ഷോക്ക്ഡ്. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇങ്ങനൊരു മേഖലയിലേക്ക് ഒരു മൈൻഡ് സെറ്റിലേക്ക് പെട്ടെന്ന് ഒരാൾ ഷിഫ്റ്റ് ആകുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇപ്പൊ നമ്മൾ റിലീജിയസ്ലി നോക്കുകയാണേലും അല്ലേലും യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണേലും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലധികം ഒന്നും നമുക്ക് കിട്ടാറില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് താങ്ങാൻ പറ്റും. താങ്ക് യു സോ മച്ച്. നമുക്ക് താങ്ങാൻ പറ്റുന്നതിലധികം ഒരിക്കലും നമുക്ക് അനുഭവിക്കാനായിട്ട് കിട്ടാറില്ല. വി തിങ്ക്, നമ്മൾ ചിന്തിക്കും ഈ ലോകത്ത് എനിക്ക് മാത്രം ഇത്രയും ബുദ്ധിമുട്ട് കിട്ടിയത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതായിരിക്കും. വേറെ ആർക്കും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ചിലപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നവരെ നമ്മൾ കാണത്തുള്ളായിരിക്കും ആ സമയത്ത്. ബട്ട് വി ഫീൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കിട്ടിയത്, നമുക്ക് മാത്രം ഈ അനുഭവത്തിൽ കൂടെ പോകുന്നതെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകും. ബട്ട് നോ, ഒരിക്കലും അങ്ങനല്ല. ഓരോ വ്യക്തികളും ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ നമ്മളെക്കാട്ടിലും അനുഭവിക്കുന്നവരുണ്ടാവും. ബട്ട് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം നമ്മൾ മനുഷ്യരുടെ സ്വഭാവമല്ല, നമ്മൾ സെൽഫിഷ് ആയിരിക്കും. നമ്മൾ അതിൽ സെൽഫിഷ് ആകണം. കാരണം എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോ നമ്മുടെ കാര്യമല്ലേ ആദ്യം നോക്കാൻ പറ്റും, എന്നിട്ടില്ലേ മറ്റൊരാളുടെ കാര്യം നോക്കാൻ പറ്റും. സോ ആ ഒരു കാര്യത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തീ കൂടെ കടന്നു പോവായിരിക്കും. പല രീതിയിലാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഏരിയയിലൂടെ ആയിരിക്കും, ബന്ധങ്ങളിലുള്ള ഏരിയയിലൂടെ ആയിരിക്കും, തമ്മിലുള്ള റിലേഷൻഷിപ്സിലോ അവരവരുടെ കരിയർ മേഖലയിലോ ഏത് മേഖലയും നമ്മൾ കറക്റ്റായിട്ട് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. കാരണം ഓരോന്നിനും നമ്മളെ പഠിപ്പിച്ചു തരാൻ ഒരു കാര്യം ഉണ്ടാവും. പുതിയൊരു നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതെന്ന് ഓർക്കണം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കുറച്ചാളും കൊണ്ട് അവൻ ഇടുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എപ്പോഴും അതിങ്ങനെ മനസ്സിൽ ചേർത്ത് പിടിച്ചത്. ആൻഡ് ഒത്തിരി സന്തോഷം നിങ്ങളോട് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ലൈഫ് ഈസ് എ ക്ലാസ് റൂം ആൻഡ് എക്സ്പീരിയൻസസ് ആർ യുവർ ടീച്ചേഴ്സ് എന്നാണ് ആ സ്റ്റാറ്റസ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ? ലൈഫ് ഈസ് എ ക്ലാസ് റൂം ആൻഡ് എക്സ്പീരിയൻസസ് ആർ യുവർ ടീച്ചേഴ്സ്. അടുത്തതായി നമുക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഒപ്പിയെടുത്ത കാര്യങ്ങൾ. ഫീനിക്സ് ആകാൻ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് കത്തി എരിയാൻ തയ്യാറാവുക എന്നുള്ളത്. യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ബേൺ. കത്തി എരിയണം. എരിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രാൻസിഷനിലേക്ക് പോകാൻ പറ്റൂ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിനെ വെൽക്കം ചെയ്യുക. ആ പക്ഷി സ്വയം കത്തി എരിയുകയാണ് അതിന്റെ ലൈഫിന്റെ എൻഡിലേക്ക്. അല്ലാതെ മരണക്കിടക്ക് ഇരുന്ന് അങ്ങ് പൊക്കോളും എന്നുള്ളൊരു രീതി ചിന്തിക്കുകയല്ല പക്ഷി ചെയ്യുന്നത്. വേദനിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ വേദന കിട്ടുന്നത് ചിന്തിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നതെന്നുള്ള ആ ഒരു മാജിക് ലൈൻ എപ്പോഴും കൂടെ ചേർക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ലെസൺ അവിടെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അത് നമ്മൾ ഒബ്സർവ് ചെയ്തും പഠിക്കണമെന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, ആ പഴയ നമ്മളുണ്ടല്ലോ, ആ ഒരു എരിയുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ആ ഒരു പഴയ വേർഷനെ ഇല്ലാതാക്കണം നമ്മൾ. അതിനെ കൊണ്ട് അത് ഇല്ലാതാക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ, വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യു ഷുഡ് ബി ഏബിൾ ടു കിൽ യുവർ പ്രീവിയസ് സെൽഫ്. അത് പല രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ പക്ഷി ഒരിക്കലും അതിനെ രക്ഷിക്കാൻ നോക്കുകയല്ല, അല്ലെങ്കിൽ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നില്ല, അതിനെ ഇല്ലാതാക്കുകയാണ് അവിടെ. നമ്മളെപ്പോഴും നമ്മുടെ പഴയ സെൽഫിനെ നമ്മൾ ചേർത്ത് പിടിക്കും. നമ്മുടെ പഴയ സ്വഭാവങ്ങളും നമ്മുടെ പഴയ ഈഗോസും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് ആ ഒരു വസ്ത്രം കളയാനും ഒരു പുതിയ ട്രാൻസിഷനിലേക്ക് വരണമെങ്കിൽ യു നീഡ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ശീലിച്ചും കണ്ടും കേട്ടും പഠിച്ചും നമ്മൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ റീലേൺ ചെയ്തേ പറ്റൂ. എല്ലാം കൂടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ആ ഒരു ട്രാൻസിഷൻ വേണമെങ്കിൽ വി ഹാവ് ടു റീലേൺ, വി ഹാവ് ടു റീഡു ചില കാര്യങ്ങൾ.
അങ്ങനെ മൂന്നാമത്തെ കാര്യം എന്താണ്? ഉദിച്ചുയരണോ എന്നുള്ളതാണ്. ഒരു സൂര്യനെ പോലെ ഉദിച്ചുയരണം. ഈ ബേർഡിന്റെ ഒരു കളറ് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ഫ്ലെയിം ഇല്ലേ, ഒരു തീ ഫ്ലെയിമിന്റെ ഒരു കളറാണ് അതിന് കൊടുത്തിട്ടുള്ളത് മിത്തോളജിയിൽ. അതിന്റെ ഒരു യെല്ലോ, ഓറഞ്ച്, ഗോൾഡ്, നടുക്കൊരു ബ്ലൂയിഷ് കളറൊക്കെ ഉണ്ടല്ലോ ഒരു ഫ്ലെയിമിന്. അതിന്റെ ഒരു മിക്സ് ആണ് ഈ ഫീനിക്സ് പക്ഷിക്ക് കൊടുത്തേക്കുന്നത്. സോ ഇറ്റ് ഇസ്, അത് ഡിനോട്ട് ചെയ്യുന്ന സൂര്യന്റെ ഒരു കളറും അതിന്റെ ജ്വാലയുടെ ഒരു കളറും ഒക്കെയാണ്. നമ്മളെപ്പോഴും ഉദിച്ചുയരണം. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്, സൈലന്റ് ആണ്, വലിയ ബഹളം ഉണ്ടാക്കത്തില്ല. പക്ഷെ എന്താണ്, അത് ഒരു ഡേ ബൈ ഡേ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്ക് അതിന്റെ എഫക്റ്റ് ഓവർ ദി സ്പാൻ ഓഫ് ടൈം നമുക്ക് അത് അറിയാനും പറ്റും, നമ്മുടെ ചുറ്റുമുള്ളവരത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. സാർ ഒരു ഇമേജ് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു റവ് സാർ നമുക്ക് വേണ്ടി. സാർ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, എല്ലാവരും നോക്കണം. സോ ആ ഫീനിക്സ് പക്ഷി ഉടനെ പറക്കുകയല്ലല്ലോ. അതിന്റെ റീബർത്ത് ടൈമില് അതാദ്യം ശ്വാസം വലിക്കുകയാണ്. ഏതൊരു കുഞ്ഞും ഒരു മുട്ടയിൽ നിന്ന് വിരിയുമ്പോൾ ആദ്യം ശ്വാസം വലിക്കുന്ന പോലെ ചിറകുകൾ മെല്ലെ വിരിച്ച് പറക്കുകയാണ്. നമ്മളും ആ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസസ് ആൻഡ് പ്ലാൻ യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കോർഡിംഗ്ലി. ഈ സെഷനിൽ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഫീനിക്സ് പക്ഷിയാണെന്ന് എനിക്കറിയാം. അതർവൈസ് നിങ്ങൾ ആരും ഈ ഒരു ടൈമില്, ഈ ഒരു ഏർലി മൂമെന്റ് ഓഫ് ദി ഡേ, എവറി ഡേ ഈസ് എ ഗിഫ്റ്റ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുന്നതിൽ there is a phoenix bird inside everyone, each and every one of you. നിങ്ങൾ ഓരോ കാര്യത്തില് കത്തി എരിഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾ അവസാനിച്ചിട്ടില്ലാരും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത്. We had a lot of experiences to go through. ഇന്ന് നമുക്ക് അവരവരുടെ തന്നെ ഒരു പ്രോമിസ് എടുക്കുക. നാളെ ഈ വീഡിയോ കാണാൻ പറ്റുന്ന എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് പലരോടും ഇത് ഷെയർ ചെയ്യാൻ പറ്റും, ഇല്ലേ? അവരെ കൊണ്ടൊക്കെ ഒരു പ്രോമിസ് എടുപ്പിക്കുക. കാരണം ജീവൻ എടുക്കുക, സ്വന്തം ജീവൻ എടുക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ല. ഇറ്റ്സ് വെരി ഹേർട്ടിങ് തിങ്, ഇല്ലേ? നമ്മുടെ സ്വന്തമായിക്കോട്ടെ അല്ലായിക്കോട്ടെ, നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു കാര്യമേ അല്ല ഒരാള് സ്വന്തം ജീവൻ എടുത്തു എന്ന് പറയുന്നത്. എവിടെയെങ്കിലും നമുക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു ഫീനിക്സ് പക്ഷിയുടെ. ബട്ട് വി ഷുഡ് ബി ഏബിൾ ടു കൺവേ ഇറ്റ്. ഇതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. അത് നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്, നമ്മളെ രൂപപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പറക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, പറഞ്ഞു കൊടുക്കണം ആൾക്കാർ. ഞാൻ കെലിൻ ഡിയോണിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുക. യെസ്, you will rise from the ashes, but the burning comes first. For this part, darling, you must be brave. Yes, you will rise from the ashes, but the burning comes first. അതാണ് അവിടുത്തെ ക്യാച്ച്. നിങ്ങൾ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും, പക്ഷെ ആദ്യം ഒന്ന് കത്തണം, ഒന്ന് കത്തി എരിയണം അവിടെ. ആ ഭാഗത്തിന് വേണ്ടി നിങ്ങൾ ബ്രേവ് ആയിരിക്കണം. എരിഞ്ഞ് ചാരമായി പോവല്ലേ, അവിടെ നിന്ന് എഴുന്നേക്കണം. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന്. ഇനി നമ്മുടെ സെഷന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ ഫീനിക്സ് മൂമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാതാൽ നമുക്ക് കേട്ടിരിക്കാം. എൻ്റെ സെഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ ഫീഡ്ബാക്സിനും വേണ്ടി ഓവർ ടു മൈ ഡിയർ ഓഡിയൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഒരു കാര്യം, നമ്മളോട് ആദ്യം തന്നെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഫ്രണ്ടിന്റെ? സോറി എനിക്കറിയാം കേട്ടോ. ഞാൻ അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ.
ഞാൻ ചോദിച്ചപ്പോഴത്തെ ഞാൻ ഇവിടെ ലാസ്റ്റ് ആ ഒരു കാര്യം ഇന്നലെ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോഴും അത് മറക്കല്ലേന്ന് വിചാരിച്ചത്. സാർ കറക്റ്റ് ഓർത്ത് ഓർമ്മിപ്പിച്ചതിന് ഒത്തിരി നന്ദി. ആക്ച്വലി ആ പേര് ചോദിച്ചതിന്റെ ഒരു അന്തസത്ത എന്താന്ന് പറഞ്ഞാല് സാർ, പലപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കാര്യം. യു ഷുഡ് ഹാവ് എ സർക്കിൾ, ബട്ട് അറ്റ് ദി ബോട്ടം ലൈൻ എവിടെയെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കണം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത്. ചില പോയിന്റ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കാണത്തില്ല. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളെ പിടിച്ചുയർത്താനും എഴുന്നേൽപ്പിക്കാനും നിങ്ങളെ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. നോബഡി എൽസ് ക്യാൻ ഹെൽപ്പ് യു. കാണും, എല്ലാരും കാണും, ഓരോരുത്തരും കാണും, എന്ത് കാര്യത്തിന് എല്ലാരും എപ്പോഴും കാണും. ബട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ യു ഷുഡ് ബി വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ നിങ്ങളെ കൈവിടരുത്. അവിടെയാണ് എല്ലാം തകരുന്നത്. അവിടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സ്വയം നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേല് നിങ്ങൾക്ക് ആരുമില്ല. അതാണ് ഇവിടുത്തെ ഒരു ട്രൂ കോർ മീനിങ്. ഞാൻ ചോദിച്ചതിന്റെയും പറയാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. ഹലോ, ഗുഡ് മോർണിംഗ്. നിസാവ് സർ അല്ലേ? യെസ്, പറയൂ സർ, പറയൂ. ഗുഡ് മോർണിംഗ്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ. കാരണം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരു ഗംഗാധരൻ സാർ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാം? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പല ബുക്കുമായിട്ട് പോകുന്നത്. അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ പലപ്പോഴൊക്കെ ഞാൻ നമുക്ക് ഇരിക്കുമ്പോൾ അതേ ഒരു ഓർമ്മകളാണ് പോകുന്നത്. കാരണം ഒരു എന്താ പറയാ, ഒരു വളരെയധികം സയന്റിഫിക് ആയിട്ട് നമുക്ക് സാറിന്റെ മുഖത്തേക്ക് അതേ വാക്കുകൾ ആ ഒരു ഓളത്തിനനുസരിച്ച് എന്താണ് നമ്മൾ ഫിലോസഫി കേൾക്കുന്നത് പോലെ വളരെയധികം ഒരു സന്തോഷത്തോടു കൂടി ഈ ക്ലാസ്. കാരണം പോയിന്റ് ഔട്ട് കുറെ പക്ഷെങ്കിൽ മനസ്സിലായെങ്കിൽ പോലും ആ ഒരു വാക്കുകൾ, കാരണം എനിക്ക് അദ്ദേഹത്തെയാണ് ഈ ഒരു സമയത്ത് ഓർക്കാൻ പറ്റിയിട്ടുള്ളത്. വളരെയധികം നല്ലൊരു സെഷൻ ആയിരുന്നു. ചെറിയൊരു ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ക്ലാസ് കേട്ടവർക്ക് അറിയാം കുറെയൊക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നുണ്ട്. വീഴ്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പരാജയമല്ല, പക്ഷെ വീണ ശേഷം എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരാജയം എന്നാണ് ഫിനിക്സ് പക്ഷിയിലൂടെ നമുക്ക് ഇവിടെ തരുന്നത്. കാരണം എന്ത് സംഭവിച്ചാലും ഞാൻ വീണ്ടും ഉയരും, എന്റെ വീഴ്ചകൾ എന്നെ തകർക്കില്ല, അവ എന്നെ ശക്തമാക്കും എന്നുള്ള പവറോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതും ആ ഒരു കൊറോണ കാലത്ത് പലർക്കും പല ബുദ്ധിമുട്ട്. ഞാനൊക്കെ ഒരുപാട് 7 തവണ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. 6 മാസത്തോളം ഞാൻ ക്വാറന്റൈൻ തന്നെ മാറി മാറി കേൾക്കുകയായിരുന്നു. കാരണം ഡ്യൂട്ടിക്ക് പോകണ്ട, പതിയെ പിന്നെ കുറെ കഴിഞ്ഞ സന്തോഷമാണ് ഇപ്പൊ പോസിറ്റീവ് ആയാൽ കൊള്ളാം എന്ന് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടില് ആ സമയത്താണ് പൂർണ്ണമായിട്ട് നമ്മൾ തകർന്നു പോകുന്ന ഉമ്മ അതേ സമയത്ത് നാട്ടിൽ കൊറോണ പിടിച്ച ആ സമയത്ത് മരിച്ചു പോയതാണ്. കാണാൻ പറ്റിയിട്ടില്ല. അത് വലിയ സങ്കടമായിരുന്നു അന്ന് സംഭവിച്ചിട്ടുള്ളത്. നാട്ടിൽ പോകാൻ പറ്റിയില്ല, ഇവിടെ കുടുങ്ങിപ്പോയി, ഓയിൽ കുടുങ്ങിപ്പോയി. അപ്പോ എന്തായാലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു ബാക്കപ്പ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് വന്നു. സങ്കടങ്ങളും പരാജയം ലൈഫിൽ ഒരു തവണയല്ല, ഇനിയും പരാജയങ്ങൾക്ക് ഒരുപാട് നമുക്ക് ഉണ്ടാവും. അതേപോലെ പരാജയം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. അപ്പൊ നാളെ നമുക്ക് അല്ലെ ഇന്നൊരു വലിയൊരു പരാജയം നമുക്ക് ഉണ്ടാവും, പക്ഷെ അതൊരു തുടക്കം, പുതിയൊരു തുടക്കമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പോവുക. വേദനയെ ശക്തിയാക്കി മാറ്റുന്ന ഒരു മാനസിക ശേഷിയാക്കി നമ്മൾ ഈ ഒരു കാര്യത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇത് എനിക്ക് എന്ന ചോദ്യത്തിന് പകരം ഇതിൽ നിന്നും ഞാൻ എന്താണ് പഠിക്കുന്നത് എന്ന ഒരു സമീപനം നമ്മൾ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെയും ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയൊരു മനോഹരമായിട്ടൊരു പാഠമാണ് നമ്മൾ സാറ് തന്നിട്ടുള്ളത്. താങ്ക് യു. കാരണം ഈ ഒരു ക്ലാസ് ഒരിക്കലും മറക്കില്ല. ആ ഒരു അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ്, ആ ഒരു വോയിസ് എല്ലാം വളരെ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൂസൻ മാം. യെസ്, വളരെ നല്ല ഒരു ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ. ഈ സോറി, ഉദിച്ചുയരണോന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ് ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് വിത്ത് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ. യു ആർ ഷൈനിങ് ലൈക്ക് ദ സൺ. സോ വെരി ഗുഡ്. എനിക്ക് ലൈഫിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. കാരണം എനിക്കും എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ ലോ ആയിട്ടുള്ള, ഏറ്റവും ഡൗൺ, റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്ത ഒരു സമയം
പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. അതാണ് ദൈവം ഞാനതാ വിശ്വസിക്കുന്നത്. ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ റിമെമ്പർ യു സെറ്റ് ദ 3 സ്റ്റെപ്സ്. നമ്മൾ കത്തിയെരിയാൻ തയ്യാറാവണം. പിന്നെ നമ്മുടെ പാസ്റ്റിനെ നമ്മളത് പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കാതെ നമ്മളത് കൊല്ലണം. അതെ പിന്നെ അതെ ഉദിച്ചുയരണം. തീർച്ചയായും. അത് തീർച്ചയായിട്ടും അത് എനിക്ക് നല്ലതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ ഉള്ളെന്ന് ഒരു ചൊല്ല് പറയും, തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് അതെ പറയാറുണ്ട്. അതെ അത് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ ഓർക്കുമായിരുന്നത്. ഇപ്പോഴും ചില സമയത്ത് ഇങ്ങനെ ഓർക്കും, നമുക്ക് നമ്മളെ ഉള്ളൂ, വേറെ ആരെയും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. യു ഹാവ് ടു ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പിന്നെ നമുക്ക് തനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി വി ഹാവ് a family and everybody else with you, but it matters what you think about yourself and what you can do with uh, the with the trust in God and then all your efforts. അപ്പൊ അങ്ങനെ ഉദിച്ചേർന്ന് വന്ന് പിന്നെ സൈക്കോളജി ഒരു പാഷൻ ആയിരുന്നു, പക്ഷെ സൈക്കോളജിയിലേക്ക് വന്നു. അത് ഒത്തിരി എന്നെ കൂടുതൽ ട്രാൻസ്ഫോം ചെയ്തു. അപ്പം എനിവേ, ഫീനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചു വരാൻ പറ്റി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ ദാറ്റ് ദിസ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് ഈച്ച് വൺ ഓഫ് us who is listening here now and also who is going to listen to it later, they can, a lot of them can connect to it, I'm sure. കാരണം നേരത്തെ പറഞ്ഞതുപോലെ, just like you said, എല്ലാവരും ഒരു ലോ പോയിന്റിൽ കൂടെ കടന്നു പോകും തീർച്ചയായിട്ടും, വൺ വേ ഓർ ദി അതർ. ചിലർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവത്തില്ലെങ്കിൽ സ്റ്റിൽ യു ഹാവ് ടു റൈസ് ഫ്രം. ബട്ട് very good message. Congratulations and once again thank you for your beautiful smile. Oh, one more thing ഞാൻ മറന്നുപോയി. താങ്ക് യു. തിരുവല്ലക്കാരനാന്ന് പറഞ്ഞു. ഞാനും തിരുവല്ലക്കാരിയാ. തിരുവല്ലയിൽ എവിടെയാ? ആഹാ അത് ശരി. എവിടെയാ? ഞാന് പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ, നമ്മുടെ കുരിശേവല എന്നൊക്കെ പറയത്തില്ലേ, ഓ, അവിടുന്ന് കുരിശാല. അത് അകത്തോട്ട്. ശരി. യാ വീട്ടുപേരെന്നാ? യാ ആ വീട്ടുപേര്? വീട്ടുപേര് പുതിയോട്ട്. ഓ, അത് ശരി. പറഞ്ഞറിഞ്ഞ് അപ്പൊ കുടുംബക്കാരാവോ? അതെ, അത് തന്നെ. പുതിയോട്ടായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാന് കണ്ടത്തില്. അപ്പൊ കണ്ടത്തിലെ വീട്ടില്. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ. ഞാൻ എന്റെ വീട് കറ്റോട് കേട്ടിട്ടില്ലേ? കറ്റോട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ നിക്കോൾസൺ സ്കൂളിന്റെ ഒക്കെ അടുത്ത്. എനിവേ, സോ ഗുഡ് ടു സീ. വിൽ കണക്ട്. ഓക്കെ. ഷുവർ, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഓക്കെ. താങ്ക് യു താങ്ക് സോ യു സോ മച്ച് മാം. മച്ച്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ മാം പറഞ്ഞതിനോട് ആഡ് ചെയ്യാണ് ഞാൻ. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയ സേയിങ് ആണ്. നമ്മൾ ഒറ്റയ്ക്കാ വരുന്നത്, നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നത്. ഈ ജേർണിയുടെ ഇടയ്ക്കാണ് നമുക്ക് കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ അൾട്ടിമേറ്റ് ഇവിടെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മളെ പിടിച്ചുയർത്താൻ നമ്മളെക്കാട്ടിലും വേറെ ആരും ഇല്ല. നമ്മളാണ് ഏറ്റവും ബേസിക് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത്. നമ്മൾ തന്നെ നമുക്കില്ലാതാകുന്ന സമയത്താണ് അതിനെയാണ് ഈ നമുക്ക് ഇതില് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വേണമെന്നുള്ള കാര്യം. ഇമോഷണലി നമ്മളൊക്കെ ഡിപ്പെൻഡന്റ് ആയി പോവാ ആൾക്കാരുടെ. ആരെങ്കിലും ഒരാൾ വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ഇമോഷണൽ ഡിപ്പെൻഡൻസ് ആണ് ഇതിന്റെ ഒരു ബേസ് ലൈൻ. അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആക്കണം നമ്മൾ. യെസ്, താങ്ക് യു. അടുത്ത ആരാ? Good morning, sir. Good ഗുഡ് morning, all. മോർണിംഗ്. Jacob, sir, really, I appreciate you, sir. It was a great transformation in your life. Actually, it was an Bless you, ma'am. amazing session, you know, that when you have shared all your experiences in your panic time. See, most of us have experienced such type of incidents in our life. But the important point is that on how we survived all these difficult situations. So for me, know that when I had to face a lot of difficulties in my life. Still I am moving on with that. But ഇതിലൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ സർ ഫസ്റ്റ് ചോദിച്ചു ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. പക്ഷെ ഞാൻ എന്താണ് ആൻസർ പറയുന്നതെന്നറിയോ? എന്റെ റിയൽ ഫ്രണ്ട് ഞാൻ തന്നെയാണ്. ബിക്കോസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറൊരാൾ വരുന്നതും നമ്മൾ കാത്തിരിക്കരുത്. അപ്പോഴേക്കും നമ്മുടെ ടൈം പോയി കഴിഞ്ഞാണ്. സോ സെൽഫ് മോട്ടിവേഷൻ ഇറ്റ്സ് എ ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം.
അത് ആരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഇത് പെട്ടെന്ന് മാറുമെന്നോ നമ്മൾ ചിന്തിക്കരുത്. സാറിന്റെ ഈ ഒരു സെഷനിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ ഫീനിക്സ് പക്ഷിയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് എന്റെ ലിറ്ററേച്ചർ ക്ലാസ്സിൽ നിന്നാണ്. ആഷസിൽ നിന്ന് 1000 ഫീനിക്സ് പക്ഷികൾ എന്താ പറയാ റൈസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഫീനിക്സ് ബേർഡ് അല്ല, ഒത്തിരി ഫീനിക്സ് ബേർഡുകൾ വന്നിട്ടുണ്ട് ജനറേഷൻ ടു ജനറേഷൻ. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് വരുമ്പോ എല്ലാവരും അത് എടുക്കുന്ന ഡിഫറെന്റ് വേയിലായിരിക്കാം. എന്താ പറയാ അത് ഒരു എല്ലാവർക്കും അവരുടേതായ ഒരു വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സാർ പറഞ്ഞ പോലെ സെൽഫിലാണ്. എനിക്ക് ഞാൻ മാത്രമേ ഇത്ര അനുഭവിച്ചു കാണൂ. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല, ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പം എന്താ പറയാ, ഇത് ശരിക്കും പറയാൻ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ടോപ്പിക്കാണ് ഇത്. നെവർ എൻഡ്സ്, ഇറ്റ്സ് എ ബിഗിനിങ്. അതാണ് നമുക്ക് ശരിക്കും പറയാം ഇതിനകത്തുനിന്നൊരു മെസ്സേജ് കിട്ടുന്നത്. നമ്മളിങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അൺകണ്ടീഷണൽ ലവ്, നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹിക്കുക, മൈൻഡ്ഫുൾനെസ്, ലിവ് ഇൻ ദ പ്രസന്റ്. ഇതൊക്കെ എന്തായാലും ഈ മോർണിംഗില് ഈ ഒരു നല്ല മെസ്സേജ് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. സോ റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു മൈ ഫ്രണ്ട്സ് and Winbull Academy. Okay, sir. Thank you. Definitely. Thank you so much. Good morning, Jacob sir. Good morning, Chandra ma'am. Wonderful session, sir. I should congratulate Faisal sir, Archana ma'am, and our team for seeing person like you over here. നല്ല ശരിക്കും നല്ല ട്രാൻസ്ഫോർമേഷൻ. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ സർ ഫസ്റ്റ് ക്ലാസ്സിലിരുന്ന് കാണുന്ന ഒരാളായതുകൊണ്ട് നല്ല ഒരു മാറ്റമുണ്ട്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് സർ. ഹാറ്റ്സ് ഓഫ് ടു യു. യു ടുക്ക് ഇറ്റ് അപ്പ്. പിന്നെ ടുഡേസ് സെഷൻ ഓൾസോ വാസ് വണ്ടർഫുൾ. യു സർ റിലേറ്റ് ചെയ്തു സാറുടെ ലൈഫിന്. എല്ലാവർക്കും നമ്മളിപ്പോ എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സൂസൻ മാം പറഞ്ഞ മാതിരി വിൽ ഗോ ടു എ റോക്ക് ബോട്ടം. ഈ റോക്ക് ബോട്ടം എത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി എനിക്കും കുറെ സ്റ്റോറീസ് ഉണ്ട് പറയാൻ. പറഞ്ഞാൽ ടൈം ലിമിറ്റേഷൻ ആയതുകൊണ്ട് ഐ എം ലിമിറ്റിംഗ് ഓൺലി ടു സേ ദാറ്റ് all of us go down, but somewhere there is some energy around us. ഞാൻ ആ ടേമേ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. That is, this energy always gives us some strength to move on. ഇത് നമ്മൾ അടുത്ത ജനറേഷന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത ജനറേഷൻ നമ്മളുടെ ഇടയിൽ ഒരുപാട് എമോഷണൽ ആൾക്കാരുണ്ട് who take wrong decision. സാറുടെ റിലേറ്റീവ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, എവിടെയോ ആ ഒരു വീക്ക് മൂമെന്റ് അതേ രീതിയിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. നമ്മൾ ലൈഫിൽ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നല്ലാതെ ഇങ്ങനത്തെ സ്റ്റെപ്പ് എടുക്കാൻ എളുപ്പമാണ്. ആക്ച്വലി ഐ ടെൽ ദാറ്റ് ഇസ് ഈസി, ബട്ട് ഹൂ ഈസ് ഗോയിങ് ടു സഫർ ഈസ് ദ ഫാമിലി മെമ്പേഴ്സ്. അവർ ഈ ലോസും കൊണ്ട് അവർ ചിലവർ ഡിപ്രഷനിലേക്ക് പോവും, ചിലവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പോവും, അവരിനെ എഫക്റ്റ് ആവാൻ. ഈ എടുത്തു ഡിസിഷൻ. ഞാൻ ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കാണുന്നത് ഇതാണ്. അത് പല പല റീസൺസ് കാരണം. ഇപ്പോ ഒരു വുമൻ സൂസൈഡ് ചെയ്തു. ആ ഹസ്ബൻഡും വൈഫ് ഫാമിലിയും ഇതില് പെട്ടു. പിന്നെ അവര് കോടതിയായിട്ട് കൊല്ലങ്ങളായിട്ട് പിന്നാലെ നടക്കാണ്. Just imagine those two family situations, whatever it is. What I say is, once you get educated, try to stand on your own feet. അതിപ്പോ മാൻ ആയാലും ശരി വുമൻ ആയാലും ശരി ആ മൈൻഡ് സെറ്റിലേക്ക് വരണം, ആ ട്രാൻസിഷൻ വരണം. വന്നിട്ട് ഇതാണ് മൈ ലൈഫ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് മുന്നോട്ട് പോകണം. അതിൽ സാറ് ഇപ്പൊ ഞാൻ മാം സംസാരിച്ച മാമിന്റെ പേര് ശ്രദ്ധിച്ചില്ല. ദാറ്റ് ഈസ് ബെസ്സി മാം. ബെസ്സി മാം പറഞ്ഞ മാതിരി സാറ് ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചപ്പോ എനിക്ക് ചൈൽഡ്ഹുഡിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞ മാതിരി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ശേഷം എൻ്റെ ലൈഫിന്റെ മാറ്റങ്ങൾ കാരണം എനിക്ക് ഒരിക്കലും ഈ ഫ്രണ്ട്സിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. I had to lead my life. I had to move on. ആ ഒരു ട്രെൻഡില്ല.
അത് കഴിഞ്ഞിട്ട് കൊറോണ ടൈമാണ് തോന്നുന്നത് ഇവര് ഒരു ഓൾഡ് സ്റ്റുഡൻസ് മീറ്റിംഗ് നടത്താണ്. എനിക്ക് അപ്പോഴാണ് ഇങ്ങനെ എനിക്ക് ഒരു ക്ലാസ്മേറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഫീൽ ആവുന്നത്. പിന്നെ അവിടെ പോയിട്ട് ആരെയും എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം മീറ്റിംഗ് ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. അത് റിയാലിറ്റി ഓഫ് ലൈഫാണ്. ഇപ്പൊ എനിക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ദേ ആർ ഇൻ നോർത്ത് കർണാടക, ഐ എം ഇൻ ദ സൗത്ത് പാർട്ട്. ഈവൻ സംടൈംസ് ഐ ഫീൽ ബിക്കോസ് അവരുടെ എക്സ്പെക്ടേഷൻസ് കൂടാണ്. ഞാൻ ഈ ഗ്രൂപ്പ് ഇപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നത് കൊണ്ട് അവരുടെ എക്സ്പെക്ടേഷൻസ് ഫ്രം മൈ സൈഡ് ഐ ഷുഡ് ഓൾവേസ് കം ഓവർ ദെയർ, ഐ ഷുഡ് മീറ്റ് ദം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല. സോ വി നീഡ് ടു. സോ ഞാൻ അങ്ങനെ വിട്ട് നിൽക്കാണ്. സോ ഓൾ ദീസ് തിങ്സ് യു റിമൈൻഡഡ് മീ ത്രൂ യുവർ സെഷൻ. ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് താങ്ക് യു. അബ്ദുൾ റാഫ് സാറിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. ടീംമേറ്റിനെ ഒരു ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. This should be with our 22 batch forever. We'll help each other and move on. Thank you very much for your wonderful sessions, sir. Hope I not Thank you taken a so long much. time over here, but as it is No, my no. batchmate, I would definitely support and move on. Thank you, Thank you sir. so much, ma'am. This is our spirit. ഇതാണ് ഞങ്ങളുടെ ഒരു സ്പിരിറ്റ്, നമ്മുടെ ഒരു സ്പിരിറ്റ്. We grow and we let grow. I mean, like നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ we never lose anything. You are getting more strong when you support each other. Yes, That is sir. it. Yes, sir. Yes, sir. Thank you, sir. Thank you, ma'am. Thank you so much. ഗുഡ് മോർണിംഗ് സർ. Good morning, എന്റെ ma'am. സർ എൻ്റെ പേര് രേഷ്മ. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നാമത് തന്നെ സ്മൈല് അമേസിങ്, നല്ല ബ്യൂട്ടിഫുൾ സ്മൈലാണ്. ഇനി ഈ ടോപ്പിക് Thank എന്ന് you so much. പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാർ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പരാജയപ്പെട്ടിട്ട് നമ്മൾ നെഗറ്റീവ് അടിക്കാൻ വളരെ ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്ന് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഫിനിക്സ് പക്ഷിയെ പോലെ മുന്നോട്ട് കുതിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു സ്റ്റേജ് എങ്ങനെ പോകണം നല്ല രീതിയിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച് സാർ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് പറയാം. അതായത് ഞാൻ സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി സിംഗപ്പൂർക്ക് ഒരു ട്രാവൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തെ ട്രാവൽ. അല്ല 5ാമത്തെ ദിവസം എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. ഞങ്ങള് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നൊക്കെ പ്ലാൻ ചെയ്ത് നല്ല സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. ഡാറ്റ മൊത്തം പോയി. എനിക്ക് ഫോണിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരുന്നു. ഒത്തിരി ക്ലാസ്സസ്, ഡാറ്റാസ്, ഞാൻ എടുത്ത് വെച്ച ബുക്സിന്റെ എല്ലാം ഉണ്ട്. എനിക്കതൊന്നും ഇപ്പൊ ഓർമ്മയില്ല ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ ആ സമയത്ത് മൊത്തം പാനിക്കായി. ആകെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ഇതായി പോയി. അയ്യോ ഇനി എന്താ ചെയ്യാ. അപ്പൊ എന്നോട് ഹസ്ബൻഡ് ഒരു ചോദ്യം ചോദിച്ചു, നീ ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആളല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളാണ്, എന്തുകൊണ്ട് നിനക്ക് സംഭവിച്ചു, ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആദി ഉണ്ടായിരുന്നു. ഫോണ് പോവോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്റെ തോട്ട് പ്രോസസ്സ് എനിക്ക് ഫോൺ നഷ്ടപ്പെടുന്ന ഒരു പേടി ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ തിങ്ക് ചെയ്ത് അതങ്ങോട്ട് ആകർഷിച്ചു. സത്യം പറഞ്ഞ ഫോണ് ലോസ് ആയി, ഇത് പോയി. എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു തോട്ട് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി. ഞാൻ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് സംഭവിച്ചു. അപ്പൊ ഇപ്പൊ എനിക്കിപ്പോ തോട്ട് മാം എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റ് നെഗറ്റീവ് ചെയ്തെന്ന് തോട്ട് പറയാം അല്ലേ? സത്യമായിട്ട് സാർ അത് മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് തന്നെയാണ്. കാരണം എനിക്ക് ഹസ്ബൻഡ് ഇപ്പൊ ഫോണ് ഹോട്ട്സ്പോട്ട് കണ്ടിട്ട് എന്റെ ഫോണ് യൂസ് ചെയ്യാറ് സിംഗപ്പൂരിൽ പോകുമ്പോ. അപ്പൊ എന്നോട് ഫോൺ നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് അയ്യോ ഫോണില്ലേ അങ്ങനെ ഒരു ചിന്തയായിരുന്നു, ഫോണ് പോയോ. അപ്പോ കറക്റ്റ് ആയിട്ട് അതേപോലെ വെള്ളത്തിൽ പോയി ഫോണ് കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ മൊത്തം ലോസ് ആയി. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല, എന്റെ കാര്യം പോവും. അപ്പൊ എനിക്കിനി പറ്റില്ല. അപ്പൊ എനിക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇനി പോയ ഡാറ്റ റിക്കവർ ചെയ്യാൻ നോക്കാം. ഇനി ഉള്ളത് കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നോക്കാം. അല്ലാണ്ട് ഞാൻ ഇതന്നെ ആലോചിച്ചോളൂ. അപ്പൊ എന്റെ ഹസ്ബൻഡ് വെച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ആ സ്ഥലത്ത് പോവാം, ഈ സ്ഥലത്ത്. അപ്പൊ എന്നോട് വെച്ചു ഈ ഫോണ് പോയി വിഷമമില്ലേ. ഫോണ് പോയി. പക്ഷെ ഞാൻ വിഷമിച്ചിരുന്ന കാര്യം നമ്മൾ സിംഗപ്പൂരിക്ക് എപ്പോഴും വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എയർപോർട്ട് കുറച്ചുകൂടി കാണാണ്ട് നമുക്ക് അതൊക്കെ കണ്ടിട്ട് പോവാം, ബാക്കി കാര്യം അവിടെ എത്തിയിട്ട് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ ഒരു ഇഷ്യൂ ഞാൻ തരണം ചെയ്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു പിന്നെ കാണാം, എന്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കാണാന്ന് വിചാരിച്ച് മാറ്റിവെച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായി നമ്മൾ ഈ മാറ്റി വെക്കും തോറും ആ സാധനം നമ്മുടെ കയ്യിൽ നിന്നേ പോകും. നമുക്കത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് പഠിക്കാൻ പറ്റി. കുറെ മടി മാറ്റണം എന്ന് മനസ്സിലായി. നമ്മള് എല്ലാ കാര്യം പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഫോണിന് പോയതിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പോ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് വന്നതാണെങ്കിൽ പോലും
അതിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. അത് നമ്മളൊരു പ്രശ്നം തരണം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫോഴ്സ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ശക്തി കിട്ടും. ഓക്കെ, ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ശക്തി നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടും എനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ് വരണം ആക്ച്വലി. ഞാൻ വിചാരിക്കും ഞാൻ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പൊ എന്നെ ഒന്ന് മടി, എന്റെ കംഫേർട്സ് കൊണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കാണാം. അപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കുറച്ച് വീഡിയോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, നമുക്കുള്ള ഡാറ്റാസ് നന്നായിട്ട് നമ്മൾ പഠിച്ച് അത് ലൈഫിൽ അപ്ലൈ ചെയ്യണം. കുറെ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലായി. അപ്പൊ പ്രശ്നങ്ങൾ വരുന്നത് ആക്ച്വലി സാറ് പറഞ്ഞ പോലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈശ്വരന് ഏറ്റവും ഇഷ്ടമുള്ളവരടുത്താണ് ഈശ്വരൻ കുറെ എക്സ്പീരിയൻസ് നമുക്ക് തരിക. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായത് തോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ആക്ച്വലി അത് മാനിഫെസ്റ്റ് ആവും. ഷുവർ. അപ്പൊ അത് ഞാൻ പോസിറ്റീവ് ആക്കണം. ഇപ്പൊ ചിലപ്പോ നമുക്കൊരു തലവേദന വരുമ്പോൾ നമ്മള് നിരന്തരം തലവേദന വരുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ തലവേദനയാണല്ലോ, ഇനി ബ്രെയിൻ ട്യൂമർ, അങ്ങനെയൊക്കെ ചിന്തിക്കും, ക്യാൻസർ. അപ്പൊ ഞാന് അപ്പൊ നമ്മൾ തോട്ട് മാറ്റുമോ, ഇതൊരു നിസ്സാര സംഭവമല്ലേ, ഇതൊന്നും കുഴപ്പം. ചിലപ്പോ നമ്മൾ തിങ്ക് ചെയ്താൽ അത് സംഭവിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പൊ. അപ്പൊ വളരെ പ്രോബ്ലംസ് വരുന്നത് നല്ലതാണെന്ന് മനസ്സിലായി. അതായത് നമുക്ക് ഏറ്റവും വലിയ ഗുരു, അതിന്റെ വലിയൊരു ഗുരു നമുക്ക് കിട്ടാനില്ല. അപ്പൊ സാർ ഞാൻ ചോദിച്ചപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് വന്ന് ഞാൻ തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ പ്രശ്നമാവോ വേണ്ട പറയണ്ട എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. കാരണം ഈ ഒരു പ്രശ്നം വന്നപ്പോ എന്നെ ഞാനും ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞാനതൊന്ന് പുറത്തോട്ട് വന്നതാണ്. അപ്പോ പിന്നെ അതല്ല, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവർക്ക് ബിസി ആയിരിക്കും, തിരക്കായിരിക്കും. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡെസ്ക് ആവും. അപ്പൊ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത്. നമ്മുടെ വെളിച്ചവും നമ്മളാവുക, നമ്മുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് എപ്പോഴും ഉയർന്നു നിൽക്കാൻ പറ്റും തോന്നുന്നു സാർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. അപ്പൊ വിംബിൾ അക്കാഡമിയിൽ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഇങ്ങനെ സെഷൻ കണ്ടക്ട് ചെയ്യുന്ന ജേക്കബ് സാറിന് താങ്ക് യു. മോർണിംഗിൽ ഇത്തിരി നല്ലൊരു ഇൻഫർമേഷൻ തന്നത് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു രശ്മി മാം. ആദ്യമായിട്ട് മാമിന്റെ ഫോണിന്റെ പേരാണോ ഇത്? നത്തിങ് A001 പുതിയ അല്ലേ? ഫോണാണ്, മാമിന്റെ പേരിലേക്ക് പേര് മാറ്റിയിട്ടില്ല. അത് ആണോ? നത്തിങ്. ഓ, കൺഗ്രാചുലേഷൻസ് മാമിന്റെ പുതിയ ഫോണിലേക്ക്. ഓക്കെ, നത്തിങ് ഫോൺ എടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ കേട്ടായിരുന്നു, ഞാൻ കേട്ടായിരുന്നു. നല്ല ഫോണാന്ന്, നല്ല റിവ്യൂസും ഒക്കെ കേട്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഓൾ ദി ബെസ്റ്റ് മാം. നമ്മുടെ എല്ലാവരുടെയും ഒരു ആണല്ലേ? ഷുവർ ഡെഫിനറ്റ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഈ ഒരു അവസരത്തിൽ മാം ഈ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ ഈ 5 സെൻസ് ഓർഗൻസിൽ നിന്ന് മാറി 6 ആയെന്ന് നമുക്ക് വിശ്വസിച്ച് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഫോൺ എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഡഡ് ആമാണ് നമ്മുടെ എല്ലാ ഡേറ്റയും എല്ലാ കാര്യങ്ങളും പണ്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ചെറിയ ഡയറിയിൽ നിന്ന് മാറിയെന്നെല്ലാം ഫോണിലാണല്ലോ. എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് ഒരു ബാക്കപ്പ് ഇല്ല. ബട്ട് എനിവേ സ്റ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ ഒരു കാലത്തെ കൂടി നമ്മൾ ജീവിച്ചിരുന്നു. എവ്രി വൺ സർവൈവ്ഡ് ദാറ്റ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ട് നമുക്ക്. താങ്ക് യു മാം. ജേക്കബ് സർ ഇപ്പൊ 6th അല്ല 7th എന്തോ പേപ്പറിൽ വായിച്ചു 7th സെൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ആതിര മാം ഫീഡ്ബാക്ക് തരാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതിന് സൂപ്പർബ്. അത് നമ്മളുടെ ടീമിലത്തെ ചേഞ്ചസ് ആണ്. ഹലോ സാർ, രാവിലെ ഞങ്ങൾക്കൊരു ഫുൾ ഇൻസ്പിറേഷൻ ആയിട്ട് സാർ എത്തി. ഞങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു എനർജി കിട്ടി. പിന്നെ നമുക്ക് ലൈഫ് ആകുമ്പം സാറ് പറഞ്ഞതുപോലെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിൽ നിന്ന് ഉയർത്തെണീക്കുക. പിന്നെ ലൈഫിൽ എന്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ കൊടുത്ത് നമ്മൾ ഉയർത്ത് പൊങ്ങി വരിക. അപ്പം അത് സാറ് പറഞ്ഞതും പിന്നെ അതുപോലെ ലൈഫിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ. നമ്മളെ ഇപ്പം ഈ ജനറേഷനിൽ നമുക്കിപ്പം ഞാനായാലും എൻ്റെ ഒരുപാട് ചുറ്റുപാടുകൾ സാറ് പറഞ്ഞതുപോലെ ഒരു ആവശ്യവും ഇല്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സൂയിസൈഡുകളും അങ്ങനെയൊക്കെ ഉള്ളത് സൊല്യൂഷനായിട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ തിങ്ക് ചെയ്യുമ്പം തോന്നും ചുറ്റും പ്രശ്നങ്ങളുള്ളവരാണ് ചുറ്റും ഉള്ളത്, ഒരു പ്രോബ്ലം ഇല്ലാത്തവരാണ് അതൊരു വേ എന്നുള്ള രീതിയിൽ ഇപ്പം സെലക്ട് ചെയ്യുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇപ്പം സ്കൂളുകളിലായാലും നമ്മുടെ സറൗണ്ടിങ്സിലായാലും ഇപ്പം എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും അവർ അത്രയും തിങ്ക് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ളവരാണ്, തിങ്കിങ് പ്രോസസ്സ് ഉള്ളവരാണ്, ആരും ഇല്ലെങ്കിൽ പോലും ലൈഫ് സക്സസ് ആക്കാൻ പറ്റുന്നവരാണ്, അവരങ്ങനെ ചെയ്തു. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവര് മീഡിയേഴ്സ് ഒക്കെ കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്തു. ഈ ജനറേഷൻ എന്ത് പറ്റിയെന്നുള്ള കാര്യം ശരിക്കും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊരു സൊല്യൂഷൻ പോലെ പോവാം.
അപ്പൊ സാർ എന്തായാലും ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. സാറിന് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ഞാൻ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു സാറ്. Thank you. താങ്ക് Thank you യു. so much. താങ്ക് യു. ഗുഡ് മോർണിംഗ് ജേക്കബ് സർ. Good morning, Rav sir. നല്ലൊരു സെഷൻ ആയിരുന്നു ആസ് യൂഷ്വൽ. സാറിന്റെ ആ ചിരിയുള്ള മുഖം നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലാസ്സും അങ്ങനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തതും. എനിക്ക് Thank you. പറയാനുള്ളത് ഈ സെറ്റ് ബാക്സ് വല്ലപ്പോഴൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്ന് പോകും. നമുക്കൊരു റെസിലിയൻസും ഒരു സെൽഫ് റിയലൈസേഷനും ഒക്കെ ഉണ്ടാവാൻ ഈ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിതുപോലെ ഒരു പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സംഭവം എനിക്കത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഇടയ്ക്ക് ഇത് ഭയങ്കര രൂക്ഷമായ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു സമയത്ത് ലെറ്റ്സ് ട്രൈ ടു ലെറ്റ് ഇറ്റ് ഗോ. സാറ് പറഞ്ഞ പോലെ പോട്ടെ എന്ന് വിചാരിക്കുക, നമുക്ക് എന്താന്ന് നോക്കാന്ന്. പക്ഷെ പിന്നെ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. പോട്ടെ എന്ന് വെക്കണം. നമ്മൾ എത്രത്തോളം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം മോശമാവുക ചെയ്യുക ചില സംഗതികളൊക്കെ. അപ്പം സെറ്റ് ബാക്സ് ഒക്കെ ഒരു സെൽഫ് റിയലൈസേഷൻ ആയിട്ടും നമുക്ക് തന്നെ ഒരു കുറച്ചും കൂടെ പവർ കിട്ടാനൊക്കെ ഉള്ളല്ലേ, ഈ സെൽഫ് ലവ് ഒക്കെ വരാനൊക്കെ ഉള്ള അവസരമായിട്ടാണ് കാണുക. അപ്പം നല്ലൊരു ടോപ്പിക്കായിരുന്നു. അത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. പിന്നെ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കാണുന്നതാണല്ലേ, മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നത് സൂയിസൈഡ് ചെയ്യുന്നത് ഭയങ്കര വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ്. പക്ഷെ ഇന്ന് വളരെ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്ത് വലിയ രീതിയിലെത്തിയ ആളുകൾ അവരൊന്നും ഒരിക്കലും വീക്ക് മൈൻഡഡ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ പല ഹാർഡിൽസൊക്കെ അല്ലേ തരണം ചെയ്തിട്ടാണ് അവർ ഈ നിലയിൽ എത്തുന്നത്. പക്ഷെ അവർ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാണുമ്പം അവരുടെയൊക്കെ 10-1 ചിലപ്പോൾ നമുക്കൊരു മൈൻഡ് പവർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരും. സാറ് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലുള്ള വിശ്വാസം അത് തന്നെയാണ്. നമുക്ക് കഴിയുന്നതിനപ്പുറം ഒരു ബുദ്ധിമുട്ട് ദൈവം തരില്ല എന്നാണ്. അപ്പൊ അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുക. എല്ലാം ഒരു അവസരമായിട്ട് കാണുക. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലതാണ് വരാനുള്ളത് എന്ന് വിശ്വസിക്കുക. പിന്നെ ദർ ഈസ് എ റീസൺ ഫോർ എവറിത്തിങ് അല്ലേ. ഓരോന്ന് സംഭവിക്കുമ്പോഴും അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ്, അതാണ്. ദെൻ മൂവ് വിത്ത് ദാറ്റ്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. ഡെഫിനറ്റ്ലി വി വിൽ സക്സീഡ് ആൻഡ് വി ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. താങ്ക് യു സർ. Thank you, sir. Thank you so much. ഗുഡ് മോർണിംഗ് സാർ. Good morning, Ansar ഒരുപാട് sir. നീണ്ടു പോകുന്നുണ്ട്. അപ്പോ എന്തായാലും വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഇന്ററാക്ഷൻ ആണ് നമ്മൾ അടിപൊളിയാണ്. ക്ലാസ്സിനേക്കാൾ കൂടുതൽ മോട്ടിവേഷൻ ഇന്ററാക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് എല്ലാവരും. താങ്ക് യു. ചിരി വേറെ ലെവൽ തന്നെ കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ സാറിന്റെ ടോണാലിറ്റിയും അടിപൊളിയാണ്. Thank you, sir. Rajna ma'am. സർ നല്ല സെഷൻ ആയിരുന്നു സാർ. എനിക്കൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ സാറാണല്ലേ വോയിസ് ഓവർ നിങ്ങളുടെ ആ ഒരു ഇതിന്റെ അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെ ക്ലാസ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അത് സാറിന്റെ വോയിസ് ആണ്. എന്റെ വോയിസ് ആണ് സർ. മെയിൽ വോയിസ് ഓവർ ചെയ്തത് ജേക്കബ് സാറും ഫീമെയിൽ വോയിസ് റാണി മാമും ഉണ്ട് ഇവിടെ. നമ്മളെ ചന്ദ്ര മാം ഒക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതൊരു സർപ്രൈസ് വിസിറ്റ്. എനിക്ക് ഒരുപാട് കാണണമെന്നുള്ള ഒരു ലാസ്റ്റ് മൊമെന്റ് ഡിസിഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് ദിവസം വിട്ടു നിന്നപ്പോ എനിക്ക് ഒരുപാട് മിസ്സായി. അപ്പോ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു
കോൺട്രിബ്യൂഷൻ ഉദ്ദേശിച്ചിട്ട് പോയതാ. വെരി വെരി ഗ്രേറ്റ് ആ എക്സ്പീരിയൻസ്. നമ്മളാ വീഡിയോ കണ്ട വളരെ സന്തോഷായി. ചന്ദ്രമാം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ റൌഫ് സാറിന്റെ അടുത്ത് വെച്ച് പറഞ്ഞു, അയ്യോ ചന്ദ്രമാം ഒക്കെ വന്ന് ഞാനത് കാണുമ്പോഴറിയണ്. അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനായിരുന്നു. എന്റെ വീട് വിമ്പിൾ അക്കാദമിയുടെ അടുത്ത് തന്നെ. ഇപ്പൊ പോയതിന്റെ സങ്കടമുണ്ട് മാം, സജന മാം. അതെന്താ? എന്തറിയോ, അർച്ചന മാം അറിഞ്ഞില്ല പറഞ്ഞു. പിന്നെ റൌഫ് സർ ഇങ്ങനെ 2-3 ആൾക്കാര് എനിക്കും അങ്ങനെ ഞാൻ JK സാറിന്റെ അടുത്ത് പ്രീവിയസ് ഡേ ചോദിച്ചു, സർ കമ്മ്യൂണിക്കേറ്റ്, ബിക്കോസ് ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ കയറിയത് കൊണ്ട് ഞാൻ JK സാറിന് അറിയായിരുന്നു, റൌഫ് സാറിന് അറിഞ്ഞിട്ടില്ല എന്ന് പോലും പിന്നീട് അറിയുന്നത്. റൌഫ് സാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നല്ലേ ഞാൻ പോണത്? ഇല്ല. അല്ല മാം എന്തെന്ന് അറിയോ, പക്ഷെ ലാസ്റ്റ് JK മൊമെന്റ് സാർ ഗ്രൂപ്പിൽ മാമിന്റെ കൺഫർമേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? നമുക്കില്ലായിരുന്നു. അല്ലല്ല, മാമിന്റെ പോകുന്ന ലാസ്റ്റ് മൊമെന്റ് പോലും നമുക്ക് കൺഫർമേഷൻ കറക്റ്റ് അല്ലായിരുന്നല്ലോ. ഇല്ല, ജോയ് അത് മാമോട് ബിക്കോസ് പറയുന്നത് ഞാൻ അച്ഛനുള്ളത് കൊണ്ട് അച്ഛൻ എപ്പോ വേണമെങ്കിൽ വയ്യാതാവാനുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ട്. ആ ഒരു കാരണം അത് മാത്രം തന്നെ അത് ഇങ്ങനെ ആ അത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു തോന്നുന്നത്. മാം അന്ന് എനിക്ക് രാവിലെ ഞാൻ വിഷമം, ഇറങ്ങുന്നു എന്ന് ഗിൽറ്റി. പറയുന്നത് വരെ മാം ഇറങ്ങുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ കൺഫേം ചെയ്തില്ല. മാം ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്, യെസ് മാം ഇസ് ഓൺ ദി പ്രോസസ്, മാം ഇറങ്ങി, നമ്മുടെ ഫെയർവെൽ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞത്. അത് ഞാൻ really now I'm feeling guilty. I could meet so many people. We could have had a better ആ ഒരു വീഡിയോ ഒക്കെ ഗംഭീരാക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളത് ആ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. ഓക്കെ സർ, ടൈം എല്ലാം യെസ് ഷുവർ, എല്ലാം നടക്കേണ്ടത് അതുപോലെ ആയിരുന്നു. ദാറ്റ്സ് വൈ വി ഹാവ് ലോട്ട്സ് മോർ ഓപ്പർച്യൂണിറ്റീസ്. യെസ് സർ. റാണി മാം, യെസ് റാണി മാം എനിക്കൊന്ന് ബിസി ആണെന്ന് തോന്നുന്നു. ഇല്ല, എവിടെയുണ്ട് കേൾക്കുന്നുണ്ടല്ലോ. വളരെ എന്താ പറയാ, ഫ്ലൈ ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അല്ല, ഇന്നലെ സംസാരിച്ച പോലെ തന്നെ എന്താ പറയാ, വളരെ കൂളായിട്ട് വളരെ വളരെ വ്യക്തമായിട്ട് ഇത്രയും നല്ലൊരു മോട്ടിവേഷനും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ ഷെയർ ചെയ്തു. ഒരുപാട് നല്ല ക്ലാസ്. പിന്നെ ലൈഫ് എക്സ്പീരിയൻസ് എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. മറ്റൊരാളുടെ ലൈഫ് അറിയുമ്പോഴാണ് ശരിക്കും നമുക്കും തോന്നുക, ഓക്കെ നമുക്കും ഇത് നമുക്ക് സംഭവിച്ചതൊന്നും ഒന്നുമല്ല, അതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുക. അതൊക്കെ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഊർജ്ജമാണ് അത് തരുന്നത്. അതുപോലെ ആ ലൈഫ് എക്സ്പീരിയൻസും പിന്നെ കൊറോണ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വീട്ടിൽ അകപ്പെട്ടു പോയ വല്ലാത്തൊരു സമയങ്ങളായിരുന്നു. അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഈ എന്താ പറയാ, നല്ലൊരു മെസ്സേജും അതിന്റെ കൂടെ തന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു ക്ലാസ്, നല്ല പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പം മൈൻഡ് അപ്പ് ചെയ്യാം. അതെ, താങ്ക് യു സജന മാം, താങ്ക് യു ടീം. താങ്ക് യു ഓൾ. ഗുഡ് ഡേ ടു എവ്രിവൺ. A very good day to everyone too. താങ്ക് യു. സൂസൻ മാം ലെഫ്റ്റ് ആയി തോന്നുന്നുണ്ടല്ലേ? അതെ, സൂസൻ മാം പോയി, കുറച്ച് മുന്നേ പോയി. ഹാപ്പി